ഹായ് ഓൾ, വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ VFA എക്സാമായിട്ട് ബന്ധപ്പെട്ട് എക്സാം എന്ന് നടക്കാനാണ് സാധ്യത, അല്ലെങ്കിൽ അത് നേരത്തെ നടക്കാനുള്ള സാധ്യത ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന VFAയുടെ എക്സാം എന്ന് പറയുന്നത് ലാസ്റ്റ് നമ്മൾ നോക്കിയപ്പോൾ നമുക്കറിയാം PSCയുടെ ടെൻറ്റേറ്റീവ് എക്സാം കലണ്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ നവംബർ മാസങ്ങളിലായിട്ടാണ് അല്ലെ. സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ നടക്കാനായിട്ടാണ് സാധ്യത എന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു, പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന എൻക്വയറീസിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, നവംബറിലേക്ക് എന്ത് ചെയ്യാനായിട്ട് സാധ്യതയില്ല, എക്സാം നീണ്ടു പോകാനായിട്ട് സാധ്യതയില്ല. കാരണം ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിൽ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, നവംബർ മാസം തന്നെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, അടുത്ത VFAയുടെ റാങ്ക് ലിസ്റ്റ് വരണം. കാരണം നവംബർ ആകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ നിലവിൽ റാങ്ക്സിന്റെ കാലാവധി അവസാനിക്കുകയാണ്. അപ്പൊ നമുക്ക് നവംബറിൽ തന്നെ റാങ്ക് ലിസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്താൽ പോരാ, ഈ പറഞ്ഞാൽ നവംബറിൽ എക്സാം നടന്നാൽ പോരാ. അതുപോലെ മറ്റ് ജില്ലകളിലും 7 അല്ലെങ്കിൽ 8 ജില്ലകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ഡിസംബറിനകത്ത് തന്നെ 2026 അവസാനിക്കുന്നതിന് മുൻപായിട്ട് തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം റാങ്ക് ലിസ്റ്റ് നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാസങ്ങളിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ തന്നെ സെപ്റ്റംബർ എങ്കിലും ആകുമ്പോഴത്തേക്ക് എന്ത് നടന്നിരിക്കണം, ഉറപ്പായിട്ട് നമുക്ക് എക്സാം നടന്നിരിക്കണം എന്നുള്ള കാര്യം കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. മാക്സിമം അല്ലെങ്കിൽ ഏറ്റവും ലേറ്റ് ആയിട്ടുള്ള പോസിബിലിറ്റി ആണ് സെപ്റ്റംബർ എന്ന് പറയുന്നത്. നമ്മൾ എക്സാം കലണ്ടറിൽ നവംബർ ഒക്ടോബർ ഒക്കെ കണ്ടുകൊണ്ട് അത്രയും നീണ്ടുപോകാനുള്ള സാധ്യത നിലവിൽ എന്താണ്, വളരെ കുറവാണ്. ഈവൻ സെപ്റ്റംബറിന് മുന്നോട്ടേക്ക് എക്സാം ആകാനുള്ള സാധ്യതയാണ് ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഫേസ് ചെയ്യേണ്ടത്. അപ്പൊ എക്സാം നേരത്തെ വരിക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പലർക്കും വരുന്നൊരു ടെൻഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഒരുപാട് പേര് പ്രിലിംസിനെ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ തന്നെ കമ്പനി ബോർഡ് എൽജിഎസ് പോലുള്ള എക്സാംസ്, കൂടുതൽ പേര് എഴുതുന്ന എക്സാം എന്ന് പറയുന്ന കമ്പനി ബോർഡ് എൽജിഎസ് ഒക്കെ ആയതുകൊണ്ട് അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ടെൻഷൻ എന്ന് പറയുന്നത്, അത് കഴിഞ്ഞിട്ട് ഉടനെ ഈ VFA എക്സാം വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇപ്പൊ മറ്റ് എക്സാമിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ നിലവിൽ ഇതുവരെ VFAയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും അല്ലെ. VFA എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ പഠിച്ചാലും VFAയുടെ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ VFAയുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ, അതായത് ഇപ്പൊ പ്രിപ്പറേഷൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, VFAയുടെ സിലബസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇനി വരാൻ പോകുന്ന LDയുടെ ഒക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്കറിയാം LDCയുടെ സെയിം സിലബസ് തന്നെയാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, EFAയ്ക്കും വരുന്നത് അല്ലെ. കാരണം അടുത്ത വർഷം നടക്കാൻ പോകുന്നതിൽ ഏറ്റവും അധികം ഉദ്യോഗാർത്ഥികൾ എഴുതാനായിട്ട് പോകുന്ന എക്സാമുകളാണ്, അല്ലെങ്കിൽ PSCയിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന ഒരു എക്സാം ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ LD ക്ലർക്ക് എക്സാം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ 2026 അവസാനത്തോടുകൂടി VFA അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേ സിലബസ് തന്നെയാണ് നിങ്ങൾക്ക് ഏതിനും വരിക, വരാൻ പോകുന്ന LDC എക്സാമിനും വരിക. അപ്പൊ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് ഒരു നഷ്ടവും ഇല്ലാത്തൊരു സിലബസ് ആണ് ഇതിൻ്റെത്, നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിൻ്റെത്. അപ്പോൾ അത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം VFAയ്ക്ക് പഠിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ കവർ ചെയ്യുന്നത് LDCയുടെയും കൂടെ സിലബസ് ആണ്. അപ്പോൾ വലിയ ഗ്യാപ്പ് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബാക്കി ടൈം ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ വെച്ചിട്ട് LDCയുടെ റിവിഷന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നല്ലൊരു ബേസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പൊ തുടങ്ങിയാലും സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ മാത്രമല്ല, നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സിലബസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതോടൊപ്പം റിവിഷൻ നടത്താനുള്ള ടൈം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ലേറ്റ് ആണെന്ന് വെച്ചാൽ ഓക്കെ ആണ്, പക്ഷേ ഇനി പറഞ്ഞാൽ ഇനി അങ്ങോട്ട് നിങ്ങൾ ഒരുപാട് ലേറ്റ് ആകാനായിട്ട് പാടില്ല. കാരണം ഞാൻ പറഞ്ഞു, VFA എന്ന് പറയുന്നത് ഒരു വലിയ ലിസ്റ്റ് ഒന്നും വരുന്ന എക്സാം ഒന്നും അല്ല, അല്ലെങ്കിൽ റാങ്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ എന്താണ് റാങ്ക്സിൽ ഒരുപാട് പേരൊന്നും വരുന്ന LDCയുടെ അത്രയൊന്നും വരുന്ന ഒരു അത്രയും വലിയ ലിസ്റ്റ് ഒന്നും VFAയുടെ കേസിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. പക്ഷേ റാങ്ക് ലിസ്റ്റിൽ വരുന്ന നല്ലൊരു ശതമാനം ആളുകൾക്ക് എന്ത് ചെയ്യും, ഉറപ്പായിട്ടും നിയമനം നടക്കുകയും ചെയ്യും. ഡിസ്ട്രിക്ട് വൈസ് പോസ്റ്റ് ആണ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്, സ്വന്തം നാട്ടിൽ തന്നെ ജോലി കിട്ടാനുള്ള സാധ്യത ഉള്ള ഒരു വകുപ്പാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. LGSനേക്കാൾ കൂടുതൽ സാലറി കിട്ടുന്ന ഒരു പോസ്റ്റും കൂടിയാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി LDCയുടെ സെയിം സിലബസ് നിങ്ങൾക്ക് അതിന് മുൻപ് തന്നെ കവർ ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. സോ അത്തരത്തിലുള്ള ഒരു ചാൻസ് ഇനി അങ്ങോട്ട് നിങ്ങൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഇനിയും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് റിവിഷനും കൂടെ നല്ല അടിപൊളിയായിട്ട് കണ്ടക്ട് ചെയ്യാനുള്ള കാരണം കിട്ടും. കാരണം 150 ഡേയ്സിലാണ് 150 ദിവസം കൊണ്ടുള്ള കംപ്ലീറ്റ് സിലബസ് കവറേജ് ആണ് ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, 150 ഡേയ്സിലൂടെ കംപ്ലീറ്റ് സിലബസ് കവറേജ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ VFA എക്സാം നമുക്കറിയാം, VFA BEVCO-LDC കമ്പനി ബോർഡ് LGS നമ്മൾ 3-in-1 ബാച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കൂടാതെ തന്നെ നിങ്ങൾ ഇൻഡിവിജ്വലി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ബാച്ചസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിലബസ് കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ നമുക്ക് വേണ്ട 150 ദിവസമാണ്. അപ്പോൾ ഈ 150 ദിവസം നമ്മൾ കംപ്ലീറ്റ് സിലബസ് കവറേജ് മാത്രമല്ല, നമ്മൾ റെഗുലർ ബേസിസിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇതിനോടൊപ്പം തന്നെ പാരലായിട്ട് PYQ ബേസ്ഡ് ആയിട്ടുള്ള റിവിഷനും നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വെറുതെ സിലബസ് കവർ ചെയ്ത് പോകാന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഏത് ടോപ്പിക്ക് കവർ ചെയ്താലും
അതുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഈ ക്ലാസ് എന്ത് ചെയ്യുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ. അപ്പോൾ വെറുതെ പഠിച്ചുകൊണ്ട് പോകുന്നുള്ള മാത്രമല്ല, നമ്മൾ ക്വസ്റ്റ്യൻ വരുന്ന ഫോക്കസ് ഏരിയാസ് മനസ്സിലാക്കി അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വെച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് എക്സാമിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്നത്. സോ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അതുപോലെ മോക്ക് ടെസ്റ്റുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഏതൊക്കെ ഏരിയാസിലാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്, എവിടെയൊക്കെയാണ് വീക്ക് ആവുന്നത്, ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ടും പറ്റും, അനലൈസ് ചെയ്യാനായിട്ടും പറ്റും. സോ അങ്ങനത്തെ യാതൊരു ടെൻഷനും നിങ്ങൾക്ക് എന്ത് വേണ്ട ഈ പറയുന്ന കോഴ്സിന്റെ കേസിൽ വേണ്ട. അത് നമുക്കറിയാം ഈ വർഷം നടക്കാൻ പോകുന്ന എക്സാമുകളിൽ നമ്മുടെ ന്യൂ SCRT വലിയൊരു സോഴ്സ് തന്നെ ആയിരിക്കും. ഇവൻ 2025 വന്നതിനേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ന്യൂ SCRT നിന്ന് വരാൻ പോകുന്ന വർഷമാണ്. കാരണം കഴിഞ്ഞ വർഷം സിലബസ് വന്നേ ഉള്ളായിരുന്നു. ഈ വർഷമായാലും നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. എസ്പെഷ്യലി സയൻസിന്റെ കേസിൽ നല്ല രീതിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ SCRTയുടെ ചാപ്റ്റർ വൈസ് ക്ലാസ്സും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് കറന്റ് അഫേഴ്സിന് നിങ്ങൾക്ക് സ്പെഷ്യൽ സെക്ഷൻസ് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ VFAയുടെ പ്രിപ്പറേഷൻ ഇനിയും തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ VFA എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ട കംപ്ലീറ്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാച്ച് തന്നെയാണ് നമ്മുടെ ACBI അക്കാഡമിയുടെ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. സോ ഇനിയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വൈകിട്ടില്ല, പക്ഷേ ഇനി വൈകരുത്. സിലബസും കവർ ചെയ്ത് റിവിഷനും കംപ്ലീറ്റ് ചെയ്ത് ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് എക്സാമിന് പോവുക, റാങ്ക് ലിസ്റ്റിൽ വരിക, റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി നേടുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ എത്രയും വേഗം ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമാണ്. ഓക്കെ, സോ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്ക്രോളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഓൾ ദ ബെസ്റ്റ്.